ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആമീസ് ക്രിയേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ വടക്കാഞ്ചേരി കരുമത്ര ഭാഗത്തുള്ള പേരേപ്പറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാം കാണാനാണ് കേട്ടോ ഗൈസ് പോകുന്നത്. നമ്മൾ ഡാം കാണാനായിട്ട് ഇന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകിപ്പോയി, നല്ലോണം ഇരുട്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വൈകിയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇരുട്ടാണ് ഇവിടെ. അപ്പോൾ ഇതേ നോക്കി ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. കാറൊന്നും കടക്കാത്ത വഴിയാണ് കേട്ടോ. കാറൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അടി ഒരയും, കാറിന് ഡാമേജൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബൈക്കും ടു വീലേഴ്സൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടി താഴത്തെ അവിടെ ഇട്ടിട്ട് കുറച്ച് ദൂരം, ഒരു 200 മീറ്ററോളം നമുക്ക് മുന്നോട്ട് നടക്കാനായിട്ടുണ്ട് ഇവിടെ. കുക്കുവിനെ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞപ്പോൾ കുക്കു കൈ പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവൾ ഓടി വരികയാണ്. ഇങ്ങനെ അടുത്തേക്ക് നടന്ന് നീങ്ങുമ്പോൾ വെള്ളം ഒഴുകി വരുന്ന സൗണ്ടൊക്കെ നമുക്ക് അവിടെ നിന്ന് കേൾക്കാനായിട്ടുണ്ട് കേട്ടോ. നല്ല രസത്തിൽ വെള്ളമൊക്കെ ഒഴുകി വരുന്ന സൗണ്ട് കേൾക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് കാറ് കടക്കില്ലാത്തതുകൊണ്ട് തന്നെ ഒരു 200 മീറ്ററോളം നടന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പോൾ നമ്മളിത് ആ ഡാമിൻ്റെ അടുത്തേക്ക് എത്താറായി എന്നാണ് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ നല്ലോണം വൈകിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ പേരേപ്പറ ഡാം കാണാനായിട്ട് പോകുന്നത്. വെള്ളച്ചാട്ടമാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പോകുമ്പോൾ അങ്ങോട്ട് ആരും പോകുന്നില്ല. അപ്പോൾ സമയം ഏകദേശം ഒരു 6:20 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഇപ്പോൾ നമ്മൾ തന്നെയുള്ളൂ. ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും ആരും കാണാനായിട്ടില്ല. ഏകദേശം വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ അടുത്ത് നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകുന്ന ആരെയും നമുക്ക് കാണാനില്ല, തിരിച്ചും ഇങ്ങോട്ട് ആരും വരുന്നത് കാണാനായിട്ടില്ല. അപ്പോൾ ഈ വഴി കുറച്ച് നമുക്കിങ്ങനെ കാണുമ്പോൾ നിറച്ച് രണ്ട് സൈഡിലും നിറയെ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുള്ളൊരു വഴിയാണ്. നമ്മളാരും കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതൊക്കെ കാണാനായിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് തീരെ ഇല്ല, നമുക്ക് വീഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ കുറച്ച് പേര് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട്. നമുക്കിത് ഈ സൈഡിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണാനായിട്ടുണ്ട് കേട്ടോ. പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്നാണ് വെള്ളമൊക്കെ ഒഴുകി വരുന്നത്. ഇതേവിടെ ഡാമിൽ ഇറങ്ങുന്നത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്ന ഒരു ബോർഡൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ. സൈഡിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഡാമിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ചെറിയൊരു വഴി കാണാനായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം, ഡാമിൻ്റെ വ്യൂ കാണാനായിട്ട് മുകളിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഡാമിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നിറയെ മരങ്ങളൊക്കെ നിറച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു ഇല പോലും ഇല്ലാണ്ട് നിറയെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ആൾക്കാർ ഒരാൾ അതിനകത്ത് സ്വിം ചെയ്യുന്നുണ്ട്. ഒരു സേഫ്റ്റിയും ഇല്ല കേട്ടോ ഡാമിന്. നിറയെ ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകി അതിൻ്റെ താഴ്ന്ന് വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നതും കാണാം. അപ്പോൾ ചേട്ടനൊന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കി, അമ്മീനും ഒന്ന് കൂടെ കൊണ്ടുപോയിട്ട് ഒന്ന് നടന്നു. അപ്പോൾ കുക്കുവിന് അതിൽ കൂടെ നടക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല, എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ അവർ രണ്ടാളും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് വന്നു. നമുക്ക് ഫോണിൽ റീൽസിലൊക്കെ കാണുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത് നേരിട്ട് നമുക്ക് ഈ ഡാമിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറായിട്ടുള്ളൊരു പ്ലേസ് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അധികം ഇരുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിൽക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. നല്ല പോലെ വെള്ളമൊക്കെ ഉള്ളൊരു ഡാമാണ്, പക്ഷേ എനിക്ക് അത്ര സേഫ്റ്റി ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ.